ആ, അപ്പൊ ഇന്നലെ പറഞ്ഞ ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ അല്ലേ? ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല് ഓരോ പോയിന്റും ഐഡന്റിഫൈ ചെയ്യല് ട്രാവേഴ്സിന്റെ. ആക്ച്വലി നമുക്ക് എന്താ സർവേ കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് വെച്ചാല് ട്രാവേഴ്സിന്റെ ലെങ്ത്തും അതിന്റെ ആംഗിളും അല്ലേ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഹലോ, ആ ആ ആ കോമ്പസ് ട്രാവേഴ്സിംഗ് ആണെങ്കിൽ അതിന്റെ ആംഗിള്, അതിന്റെ ലെങ്ത്. യൂസിങ് ദീസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് നെക്സ്റ്റ് കോർഡിനേറ്റ് പോയിന്റ്സ് അല്ലേ? അതെ സർ. From that point, we can again get a length of other line, next line, and the angle of that line. From that, we have to contribute next coordinate point. അപ്പൊ ഇങ്ങനെയാണ് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ നടത്തുക. അപ്പൊ അതിന്റെ നെക്സ്റ്റ് പറഞ്ഞതാണ്, ഒരു ലൈന് തുടങ്ങുന്നെടുക്കുക, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ പറഞ്ഞിട്ട് ആ ലൈനും ലെങ്ത്തും ആ ലൈനിന്റെ ആംഗിളും പ്ലോട്ട് ചെയ്തിട്ട് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും മാർക്ക് ചെയ്യുക. അപ്പം ലാറ്റിറ്റ്യൂഡ് ഈസ് ആക്ച്വലി നത്തിങ് ബട്ട് വൈ കോർഡിനേറ്റ്, ഡിപ്പാർച്ചർ ഈസ് ആക്ച്വലി നത്തിങ് ബട്ട് എക്സ് കോർഡിനേറ്റ് അല്ലേ? ഹലോ, ഡൗട്ട് ഉണ്ടോ? ഹലോ സാറേ കേൾക്കാ, പറഞ്ഞോളി. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആ, അപ്പം ആക്ച്വലി ഈ ഒരു X1 Y1 കിട്ടിക്കഴിഞ്ഞാല് ആ X1 Y1 നമുക്ക് ഈ അടുത്ത ലൈനിന്റെ ഡിപ്പാർച്ചറും കിട്ടും, ലാറ്റിറ്റ്യൂഡും കിട്ടും അല്ലേ? ഹലോ, ആ ആ, അപ്പം ഈ എക്സ് എന്ന് പറയുന്ന സാധനം X1 പ്ലസ് ഡിപ്പാർച്ചർ ആയിരിക്കും അല്ലെ? ആ ആ അല്ലെ, X1 പ്ലസ് ഡിപ്പാർച്ചർ. ഈ Y എന്ന് പറയുന്ന സാധനം Y1 പ്ലസ് ലാറ്റിറ്റ്യൂഡ് അല്ലെ? അതെ സർ. മനസ്സിലാവുന്നുണ്ടോ? ആ, ഇനി നെക്സ്റ്റ് ഈ പോയിന്റ് കാണിക്കല് ഈ ഇതിന്റെ എന്താ കോർഡിനേറ്റ്സ് നമുക്ക് നേരത്തെ ഈ ലൈനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ ഈ XY കാണിക്കല് ഈ എക്സ് ഈസ് ഈക്വൽ ടു എന്താ പ്രീവിയസ് പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ എക്സ് പ്ലസ് ഈ ലൈനിന്റെ ഡിപ്പാർച്ചർ വൈ എന്ന് പറഞ്ഞാല് ഈ എവിടുത്തെ വൈ കോർഡിനേറ്റ് പ്ലസ് അതിന്റെ ലാറ്റിറ്റ്യൂഡ്. അങ്ങനെ നമ്മൾ കണ്ടു പോവുക ചെയ്യുക. മനസ്സിലായ? ആ ആ, അപ്പൊ നമ്മൾ പറഞ്ഞ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് വൈ കോർഡിനേറ്റ്, ലാറ്റിറ്റ്യൂഡ് ഈസ് വൈ കോർഡിനേറ്റ് ആൻഡ് ഡിപ്പാർച്ചർ ഈസ് എക്സ് കോർഡിനേറ്റ്. ഓക്കെ, ഉം. ലൈൻ ഓൾവേസ് മേക്സ് ആംഗിൾ ബിറ്റ്വീൻ നോർത്ത് ഓർ സൗത്ത്. നോർത്ത് ഓർ സൗത്തിന്റെ ഇടക്ക് മാത്രമേ നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യൂ. ഈസ്റ്റിനും വെസ്റ്റിനും നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യില്ല. അപ്പം നോർത്ത് ഓർ സൗത്ത് ആണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുക. മനസ്സിലായ? ഉം. അപ്പം ഓൾവേസ് ലാറ്റിറ്റ്യൂഡ് ഓർ വൈ കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ ആൻഡ് ഡിപ്പാർച്ചർ always is equal to L sin theta. If latitude is positive, it is called northing because it will be in north direction. If southing is latitude is negative, then it is called southing. If departure is positive, then it is easting. If departure is negative, then it is westing. ഇത്രയേ ഉള്ളൂ. ഇതിലൊന്നും ഡൗട്ട് ഉണ്ടോ? ഇതാ ബേസ്. ഹലോ, ഇല്ല സർ. അപ്പൊ നെക്സ്റ്റ് ഇത് എഴുതണോ? ഹലോ, ആ ആ അല്ല ഇതിന്റെ നോട്ട് തരാം, എഴുതണ്ടാ മതി. നിങ്ങൾക്ക് വോൾ സർക്കിൾ ബിയറിംഗ് റെഡ്യൂസ്ഡ് ബിയറിംഗ് ആക്കാൻ അറിയാം? പണ്ട് പഠിച്ചിട്ടില്ലേ? സർവേയിലുണ്ടായിരുന്നു. അതെ, പണ്ട് പഠിച്ചിട്ടില്ലേ? ആ ആ, ഇപ്പം ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിട്ട് എന്നാ വോൾ സർക്കിൾ ബിയറിംഗിനെ റെഡ്യൂസ്ഡ് ബിയറിംഗ് ആക്കിയാലേ നടക്കൂ. നമുക്ക് നോർമലി ക്വസ്റ്റ്യൻ വരുന്നത് വോൾ സർക്കിൾ ബിയറിംഗിലായിരിക്കും. അപ്പൊ നമ്മൾ ടോട്ടൽ ആംഗിൾ എത്രയാ?
360 ഡിഗ്രി അല്ലേ? ആ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, 0, 90, 180, 270, 360. ഇങ്ങനെയല്ല ആംഗിൾ വരുന്നത്. ഹലോ, ഉം. അപ്പം എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു 27 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ. 27 ഡിഗ്രി ആണെങ്കിൽ ലൈൻ എവിടെ വരുക? ഏത് ക്വാഡ്രന്റ് വരുക? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. 27 ഡിഗ്രി ഏത് ക്വാഡ്രന്റിൽ വരുക? ഫസ്റ്റ്. ഫസ്റ്റ്. അപ്പം 27 ഡിഗ്രി ഹോൾ സർക്കിൾ ബിയറിംഗ് ഈസ് ഈക്വൽ ടു 27 ഡിഗ്രി WCB is equal to 27 ഡിഗ്രി അല്ലേ? ആ RB എത്ര വരും? ഇതിന്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് എത്ര വരും? RB is equal to എത്ര വരുമോ? ഹലോ, എവിടുന്നാ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? നോർത്തില് അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? നോർത്ത്. ആ, അപ്പം എഴുതുക നോർത്ത്. നോർത്ത് പിന്നെ ഈ ആംഗിള് എന്നാ റെഡ്യൂസ്ഡ് ബിയറിംഗ് തന്നെയല്ലേ? അതായത് റെഡ്യൂസ്ഡ് ബിയറിംഗ് 0 to 90 മാത്രമേ വരൂ. 0 to 90 മുകളിലുള്ള ഇത് വരൂല. അപ്പം ഈ ഒരു കോർഡിനേറ്റ് നോക്കുന്ന ഈ ഒരു ക്വാഡ്രന്റ് മാത്രം നോക്കുമ്പം ഈ ഒരു ക്വാഡ്രന്റ് ഉള്ളില് നോർത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എഴുതണം. ആക്ച്വലി ഇത് നോർത്തിൽ മാത്രമല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആംഗിൾ ആ. മാറുക. ആംഗിൾ അപ്പം 27 ഡിഗ്രി തന്നെ അല്ലെ? എൻഡ് ചെയ്യുന്നതോ ഈസ്റ്റ്. ഈസ്റ്റ്. അപ്പം ഈ ഇതിന്റെ ഫോർ ദിസ് ലൈന് WCB is equal to 27, reduced bear is equal to north 27, east. നെക്സ്റ്റ് ഇത് എന്ന് വെച്ചാല് ഒരു 130 ഏത് ക്വാഡ്രന്റിൽ വരുമോ? സെക്കൻഡ്. സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? 130 ഡിഗ്രി 130 ഡിഗ്രി ഫോർ ദിസ് ലൈൻ WCB is equal to 130 ഡിഗ്രി. RB is equal to എത്രയാ? റെഡ്യൂസ്ഡ് ബിയറിംഗ് is equal to എത്രയാ? ഞാൻ പറഞ്ഞ് നമ്മളെ റെഡ്യൂസ്ഡ് ബിയറിംഗ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് ഓർ എന്താ സൗത്ത് അല്ലേ? സൗത്ത്. ആ, അപ്പൊ ഇത് സൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കാണിക്കണം. അപ്പൊ ഈ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യണ്ടേ? കാണുന്നുണ്ടോ ഈ ആംഗിൾ? ആ ആംഗിൾ കിട്ടണ്ടെങ്കിൽ 180 മൈനസ് 130 ചെയ്ത് കഴിഞ്ഞ് ഈ ആംഗിൾ കിട്ടൂലേ? 180 മൈനസ് ഈ നമ്മളെ വോൾ സർക്കിൾ ബിയറിംഗിന്റെ ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RB കിട്ടൂലേ? അപ്പൊ ഓവർ RB is equal to എത്ര രൂപ? എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? സൗത്ത്. സൗത്ത് 50 അല്ലേ? ആ സൗത്ത് 50 ഡിഗ്രി ഈസ്റ്റ്. ഈസ്റ്റ് അല്ലേ? ഈ ആ. രണ്ട് സാധനവും പോട്ടെ, പിന്നെ പറയാം. നെക്സ്റ്റ് എത്രയാ? ഒരു 190 ഡിഗ്രി. 190 ഡിഗ്രി ഏത് ക്വാഡ്രന്റിൽ വരുമോ? തേർഡ്. തേർഡ് ആവുമ്പം ഇതാണ് നമ്മളെ 190 ഡിഗ്രി അല്ലേ? അപ്പൊ എത്ര വരുമോ? RB എത്ര വരുമോ? 190 ഡിഗ്രി RB എത്ര വരുമോ? സൗത്ത് 10 വെസ്റ്റ്. സൗത്ത് 10 വെസ്റ്റ് അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിലോ 360 മൈനസ്
ഫോർത്ത് ക്വാർട്ടറിലാണെങ്കിൽ ഈ ആംഗിൾ അല്ലേ നമുക്ക് കിട്ടേണ്ടത്. ഹോൾ സർക്കിൾ WCB എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പൊ 360 മൈനസ് ഈ ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് വരേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഇതെന്ന് വെച്ചാല് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം എന്താ അതിന്റെ നൊട്ടേഷൻ എന്ന് വെച്ചാൽ നോർത്ത് ആംഗിള് വെസ്റ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ക്വസ്റ്റനിൽ തരുക എന്താ ഈ WCB തരുക. അപ്പോ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു RB, റെഡ്യൂസ്ഡ് ബിയറിംഗ് അല്ലെ? അപ്പൊ ഡ്രോ എ ടേബിൾ. ഹലോ, നിങ്ങളൊരു ടേബിൾ വർക്ക്. ഡ്രോ എ ടേബിൾ വിച്ച് കൺസിസ്റ്റ് ഓഫ് 4 columns. WCB എന്താ ഇത് എഴുതിയിട്ടൊന്നും വരുന്നില്ലല്ലോ. WCB, RB, സൈൻ ഓഫ്. ഈ സൈൻ ഓഫിന്റെ അടിയിൽ ആറ്റിറ്റ്യൂഡ്, ഡിപ്പാർച്ചർ. ഇങ്ങനെ ഒരു ടേബിൾ വർക്ക് 4 കോളമുള്ള. ഡ്രോ എ ടേബിൾ ലൈക്ക് ദിസ്. ഹലോ, വരച്ചാ? അതിനകത്ത് ഫസ്റ്റ് WCB 0 to 90, 0 to 90 ഡിഗ്രി, 0 ഡിഗ്രി ടു 90 ഡിഗ്രി അങ്ങനെ ആയിരിക്കും. 0 to 90 എനിക്ക് ഈ ഡിഗ്രി എല്ലാം പോയിട്ട് തപ്പണം, അതുകൊണ്ടാ 0 to 90. ഹലോ, എഴുതിയാ? എഴുതിയാ? എഴുതി സാർ. അപ്പം അതിന്റെ റെഡ്യൂസ്ഡ് ബിയറിംഗിന്റെ നൊട്ടേഷൻ എങ്ങനെ വരുക? നോർത്ത് ഈസ്റ്റ്, നോർത്ത് നടുക്കൊരു ആംഗിൾ വേണ്ടേ? അതിന് നമ്മൾ തീറ്റ എന്ന് എഴുതിയാൽ മതി. നോർത്ത് തീറ്റ ഇ, നോർത്ത് തീറ്റ ഇ, ഇതതിന്റെ നൊട്ടേഷൻ. എന്നിട്ട് അതിന്റെ കൊമ ഫസ്റ്റ് ക്വാഡ്രന്റ്. 0 to 90 ആണെങ്കിൽ നോർത്ത് തീറ്റ ഇ. ലാറ്റിറ്റ്യൂഡിന്റെ സൈൻ എത്ര? സൈൻ ഏതാ വരുക? വാട്ട് ഈസ് ദ സൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്? പോസിറ്റീവ്. ഇറ്റ് ഈസ് കോൾഡ് നോർത്തിങ് അല്ലെ? ഡിപ്പാർച്ചറിന്റെ സൈനോ? പോസിറ്റീവ് തന്നെയല്ലേ? പോസിറ്റീവ്. ഇറ്റ് ഈസ് കോൾഡ് ഈസ്റ്റിംഗ് അല്ലേ? ഇത് കൊമ നോർത്തിങ് എഴുതിക്കോ. ഡിപ്പാർച്ചർ കൊമ സൗത്തിങ്. നെക്സ്റ്റ് വണ് എത്രയാ? 90 ഡിഗ്രി ടു 180 ഡിഗ്രി. What will be the RB, reduced bearing notation? ഹലോ, സൗത്ത് തീറ്റ ഈസ്റ്റ് അല്ലേ? സൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ്. ഇറ്റ് ഈസ് കോൾഡ് സൗത്തിങ് അല്ലേ? ഡിപ്പാർച്ചർ പോസിറ്റീവ്.
ഈസ്റ്റിംഗ് Positive. തന്നെ. ഇതേപോലെ അതർ 2 കൂടി എഴുതിയ. നെക്സ്റ്റ് 2 ക്വാഡ്രൻസ് ഇല്ലേ, 180 to 270 270 to 360 ഇല്ലേ, അത് നിങ്ങൾ എഴുത്. എഴുതിയോ? ഇല്ല സർ. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഫ്ര എന്ന് വല്ല മനസ്സിലായിനോ? അഫ്ര, ആ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ബാക്കി എല്ലാവർക്കും മനസ്സിലായിനോ? എടാ നിങ്ങൾ ഡൗട്ട് ഉണ്ടോ ചോദിച്ചു, ഇത് ബേസ് ആണ്. എഴുതിയോ? ബാക്കി എഴുതിയോ? 180 to 270 എന്താ വരുമോ? റെഡ്യൂസ്ഡ് ബിയറിംഗ് സൗത്ത് സൗത്ത് തീറ്റ വെസ്റ്റ് തീറ്റ വെസ്റ്റ് തേർഡ് ക്വാഡ്രന്റ്. ലാറ്റിറ്റ്യൂഡ് വിൽ ബി നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ്. ബിക്കോസ് ഇറ്റ്സ് സൗത്ത്, സോ ഇറ്റ് ഈസ് കോൾഡ് സൗത്തിങ് അല്ലെ. ഡിപ്പാർച്ചറും നെഗറ്റീവ്, നെഗറ്റീവ്. വെസ്റ്റിങ് അല്ലെ. Then next quadrant, fourth quadrant, 270 to 360 degree. So it will be, reduced bearing will be north theta west, തീറ്റ വെസ്റ്റ്. which is in fourth quadrant, and latitude will be പോസിറ്റീവ്. positive because it is northing, and departure will be negative because it is നെഗറ്റീവ്. westing. വെസ്റ്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസ്. ഇതറിഞ്ഞില്ലേ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടാ. ഓക്കെ സർ. ജസ്റ്റ് ഒന്ന് നോക്കിയ, പെട്ടെന്ന് നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ഒന്നുമില്ലല്ലോ, അടുത്ത് പറയട്ടെ. ആ സർ. നെക്സ്റ്റ് പാരഗ്രാഫ് എഴുതിക്കോ. റൈറ്റ് ഇറ്റ് ആസ് നെക്സ്റ്റ് പാരഗ്രാഫ്. എക്സ് കോർഡിനേറ്റ് ഇൻ ബ്രാക്കറ്റ്സ് ടോട്ടൽ ഡിപ്പാർച്ചർ. എക്സ് കോർഡിനേറ്റ് ഇൻ ബ്രാക്കറ്റ്സ് ടോട്ടൽ ഡിപ്പാർച്ചർ. ബ്രാക്കറ്റ് ക്ലോസ് ഓഫ് എനി പോയിന്റ് ഓഫ് എ ട്രാവേഴ്സ്, of any point of a traverse is equal to the x coordinate of the first point, the x coordinate of the first point of the traverse, the x coordinate of the first point of the traverse plus the algebraic sum of departures of the lines, the algebraic sum of departures of the lines between the first point and that point. എഴുതിയോ?
Next, y coordinate. Y coordinate. In brackets, total latitude. Total latitude. Bracket close. Bracket close. Of any point of traverse. Of any point of traverse. Is equal to y coordinate of first point of traverse. Y coordinate of first point of traverse plus algebraic sum of latitude of the lines. Algebraic sum of latitude of the lines between the first and last point. First and that point. Between first and that point. എഴുതിയോ? എഴുതി. ആക്ച്വലി എന്താ പറയുന്നത്? ഹലോ, ആക്ച്വലി എന്താ പറയുന്നത്? ഒന്നുമില്ല. നമുക്ക് ഇവിടുത്തെ we have to determine the x coordinate of this point. Then it will be departure അല്ലേ x coordinate എന്ന് പറയുന്നത്? ഹലോ, അപ്പം ഇത് പ്ലസ് ദിസ് വൺ ആയിരിക്കൂലേ ഈ എക്സ്? അത്രേ ഉള്ളൂ. ദിസ് വൺ പ്ലസ് ദിസ് വിൽ ബി ദ കോർഡിനേറ്റ് ഓഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദിസ് പോയിന്റ് അല്ലെ? അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ട പോയിന്റ് വരെയുള്ള ഡിപ്പാർച്ചേഴ്സ് കൂട്ടിയതായിരിക്കും എക്സ് കോർഡിനേറ്റ്. ഇനി ഇതിന്റെ വൈ കോർഡിനേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് we have to sum all the latitude of first point and final point അല്ലേ? For this line latitude will be positive അല്ലേ? For this line latitude will be negative അല്ലേ? സെക്കൻഡ് ക്വാർട്ടറിൽ വരുമോ? അപ്പം എന്താ ലാറ്റിറ്റ്യൂഡ് മൈനസ് ഇതിന്റെ എന്താ ലാറ്റിറ്റ്യൂഡ് വരും. എന്നാലും മാത്രമേ വൈ കോർഡിനേറ്റ് കിട്ടും. അങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ച് പോവുക. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. റൈറ്റ് ഡൗൺ എ പ്രോബ്ലം. In a closed traverse, ABCDE, the WCB എന്ന് പറഞ്ഞാൽ all circle bearing and length of survey lines, the WCB and length of the survey lines are given below. Full stop. Calculate latitude and departure of lines. Calculate latitude and departure of lines. Also calculate total coordinate of the stations. Also calculate total coordinate of the stations. Comma. Assume starting point as 400, 400. ഈ കോർഡിനേറ്റ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 400, 400.
എഴുതിയോ? ആ നിങ്ങൾക്ക് നോർമൽ കേസിലൊന്നും ക്വസ്റ്റിനൊന്നും അധികം സ്റ്റാർട്ടിംഗ് പോയിന്റ് തരില്ല. അപ്പൊ അസ്യൂം ചെയ്ത് എടുത്താൽ മതി. ഏതെങ്കിലും ഒരു എന്താ കോർഡിനേറ്റിംഗ് അസ്യൂം ചെയ്ത് എടുത്താൽ മതി. 500 400 400 അല്ലെങ്കിൽ 100 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അസ്യൂം ചെയ്ത് എടുത്താൽ മതി. ഡ്രോ എ ടേബിൾ കൺസിസ്റ്റിംഗ് ഓഫ് 3 കോളംസ്. ഒരു ടേബിൾ വരിക 3 കോളമുള്ള. ഫസ്റ്റ് കോളത്തിൽ ലൈന്, സെക്കൻഡ് കോളത്തിൽ WCB അല്ലെങ്കിൽ വോൾ സർക്കിൾ ബിയറിംഗ്, തേർഡ് കോളത്തിൽ ലെങ്ത് ഇൻ മീറ്റർ. ലൈൻ, WCB, ലെങ്ത് ഇൻ മീറ്റർ. വരച്ചു കഴിഞ്ഞാൽ പറയാ. കഴിഞ്ഞാ? കഴിഞ്ഞു സാർ. ലൈനിന്റെ താഴെ AB. ഇൻ ഫസ്റ്റ് കോളം AB. ആക്ച്വലി AB എന്ന് പറഞ്ഞാല് ഈ എയില് തുടങ്ങിയിട്ട് കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഹലോ? ഉണ്ട്. പോട്ടെ. കാണുന്നില്ലേ? എയില് തുടങ്ങിയിട്ട് ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമാണ് AB. ഹലോ? ആ സാർ. അപ്പം AB നെക്സ്റ്റ് കോളത്തില്, അതായത് WCBയില് 32 ഡിഗ്രി 12 മിനിറ്റ്. 32 ഡിഗ്രി 12 മിനിറ്റ്. AB 32 ഡിഗ്രി 12 മിനിറ്റ്. ലെങ്ത് 232. നെക്സ്റ്റ് BC. 138 ഡിഗ്രി 36 മിനിറ്റ്. 138 ഡിഗ്രി 36 മിനിറ്റ്. നെക്സ്റ്റ് അതിന്റെ ലെങ്ത് 148. നെക്സ്റ്റ് CD 202 ഡിഗ്രി 24 മിനിറ്റ്. 24 മിനിറ്റ്. അതിന്റെ ലെങ്ത് 417. നെക്സ്റ്റ് DE 292 ഡിഗ്രി 0 മിനിറ്റ്. 292 ഡിഗ്രി 0 മിനിറ്റ്. അതിന്റെ ലെങ്ത് 372. എഴുതിയാ? ആ എഴുതി. ഇതിന്റെ കാൽക്കുലേഷൻ പാർട്ട് അടുത്ത ക്ലാസ് ചെയ്യാം. നിങ്ങൾക്ക് 10:50 വരെ ഉള്ളൂ ക്ലാസ്. ആ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നാളെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കും കേട്ടോ. അപ്പം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ടേബിൾ തന്നെ വരയണം. അടിയിൽ ടേബിൾ വരഞ്ഞു വെച്ചോ. 6 കോളംസ് ഉള്ള ടേബിൾ വരിക. ഡ്രോ എ ടേബിൾ കൺസിസ്റ്റ് ഓഫ് 6 കോളംസ്. ലൈന്, ലെങ്ത്, WCB, RB, ലാറ്റിറ്റ്യൂഡ്, ഡിപ്പാർച്ചർ. Draw a table consist of 6 columns. Line length
WCB, RB, ലാറ്റിറ്റ്യൂഡ്, ഡിപ്പാർച്ചർ. എക്സാമ്പിൾ ഒന്ന് ചെയ്യാം. ഹലോ, ആ സാർ. ഫസ്റ്റ് കൊണ്ട് പറ. AB അല്ലേ? ആ AB അതിന്റെ ലെങ്ത് എത്രയാ? എബിന്റെ ലെങ്ത് എത്രയാടാ? 232. 232 അല്ലേ? ഉം. അതിന്റെ വോൾ സർക്കിൾ ബിയറിംഗ് 32 ഡിഗ്രി 12 മിനിറ്റ് 12 മിനിറ്റ്. അല്ലേ? RB എത്ര വരുവാ? RB എത്ര വരുവാ? നോർത്ത് നോർത്ത് 32 ഡിഗ്രി 12 ഡിഗ്രി മിനിറ്റ്. 12 മിനിറ്റ് 12 മിനിറ്റ് ഈസ്റ്റ്. ഈസ്റ്റ്. ലാറ്റിറ്റ്യൂഡോ? ലാറ്റിറ്റ്യൂഡോ? പോസിറ്റീവ്. അതല്ല, L സൈൻ തീറ്റ അല്ലേ? ഹലോ, ആ ആ ആ ആ. അങ്ങനെ കാണും. L സൈൻ തീറ്റ അല്ലേ ലാറ്റിറ്റ്യൂഡ്? അപ്പൊ L 232 ഇൻറ്റു L അല്ല എന്താ 232 ഇൻറ്റു സൈന് സൈന് 32 ഡിഗ്രി 12 മിനിറ്റ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് കിട്ടും. പിന്നെ ഡിപ്പാർച്ചർ കിട്ടണമെങ്കിൽ L കോസ് തീറ്റ അല്ലേ? cos theta. അല്ല, ഡിപ്പാർച്ചർ L സൈൻ തീറ്റയും എന്താ ലാറ്റിറ്റ്യൂഡ് L കോസ് തീറ്റയും. നേരത്തെ ഇരുട്ടല്ലേ ഞാൻ പറഞ്ഞത്? സാർ ലാറ്റിറ്റ്യൂഡ് L സൈൻ തീറ്റ എന്നാ പറഞ്ഞത്. ലാറ്റിറ്റ്യൂഡ് L കോസ് തീറ്റയാണ് പറയുമ്പോൾ മാറിപ്പോയത്. ലാറ്റിറ്റ്യൂഡ് L കോസ് തീറ്റയും ഡിപ്പാർച്ചർ L സൈൻ തീറ്റയും. കേട്ടോ? ആ അപ്പൊ അങ്ങനെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കാണുക, അതിന്റെ എന്താ പോസിറ്റീവ് നെഗറ്റീവ് എഴുതുക. അങ്ങനെ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക നാളത്തേക്ക്. കേട്ടോ? ഓക്കെ സാർ.